ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും പുതിയൊരു പ്രഭാതം കണ്ടുകൊണ്ടുവരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മന്നയാകുന്ന വചനം ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദിവസത്തെ ആരംഭിക്കാം. അതിനെ നിങ്ങൾ ഏവരെയും ഇന്നത്തെ മോർണിംഗ് മലയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കോർക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മിതശീലങ്ങളും ശാരീരിക വ്യായാമവും ഊർജ്ജസ്വലത ഉളവാക്കുന്നു എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം മിതശീലങ്ങളും ശാരീരിക വ്യായാമവും ഊർജ്ജസ്വലത ഉളവാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ലോകത്ത് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കറിയാം, പ്രായമുള്ളവർക്ക് പ്രായത്തിൻ്റെതായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ചെറുപ്പക്കാർ പോലും അവർ പലതരമായ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ പോലും അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നതും അവര് മാനസികമായ സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പിന്മാറുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ കാരണം അവർ മനോബലമില്ലാത്തവരെ തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കർശനമായ മിതത്വ സംയമന ശീലങ്ങളും നമ്മുടെ പേശികളുടെയും മനസ്സിന്റെയും സംയുക്തമായ വ്യായാമവും കൊണ്ട് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉന്മേഷം നിലനിർത്താൻ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾ കാണുന്നത് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ശുശ്രൂഷകന്മാരായാലും എഡിറ്റർമാരായാലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒന്നിട്ട് അടങ്ങിക്കൂടിയിരുന്ന് അവരുടെ വേല ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകും എന്നവർ കരുതുന്നു. അധ്യാപകരും ശുശ്രൂഷകന്മാരും ഒക്കെ തുറസായ അന്തരീക്ഷത്തിലെ വ്യായാമത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യമില്ലാത്തവരായി മാറുന്നു. അതിനെ അവർ അവഗണിക്കുന്നു. ആരോഗ്യ പാലനത്തിന് തുറസായ അന്തരീക്ഷത്തിലെ വ്യായാമം അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അവരുടെ മനസ്സുകളെ മുഴുവൻ പഠനത്തിനായി ഉപയോഗിക്കുകയും അതേസമയം തന്നെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യർ നൽകുന്ന ഭക്ഷണം അവർ കഴിക്കുകയും ചെയ്യുന്നു. അത്തരം ശീലങ്ങൾ ചിലപ്പോൾ അവരെ തടിയന്മാരാക്കി മാറ്റിയേക്കാം. അവരുടെ ശരീരവ്യൂഹം അടഞ്ഞു പോകുന്നു. എന്നാൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ശോഷിച്ചിരിക്കുമ്പോഴും അവർ അധ്വാനം ചെയ്യുന്നത് കൊണ്ട് അവർ കഴിക്കുന്ന ആഹാരത്തിലൂടെ, അവർക്ക് അമിത ഭക്ഷണത്തിലൂടെ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് അമിതമായ വണ്ണം വെക്കാതെ ആവശ്യമില്ലാത്തതിന് പുറം നിന്നാൽ അത് അവരുടെ അധ്വാനം അല്ലെങ്കിൽ വ്യായാമം അവരെ സഹായിക്കുന്നു. മാനസികവും അധ്വാനവും സംയോജിതമായിരുന്നെങ്കിൽ രക്തപ്രവാഹം വേഗത്തിലാകുമായിരുന്നു, ഹൃദയത്തിന്റെ പ്രവർത്തനം സമ്പൂർണ്ണമാകുമായിരുന്നു, മാലിന്യങ്ങൾ പുറത്ത് കളയപ്പെടുമായിരുന്നു, പുതിയ ജീവിതശക്തിയും ഉന്മേഷവും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളുടെ നിലയിൽ നമുക്ക് ദൈവം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ആഹാര കാര്യങ്ങളിലും നമ്മുടെ വ്യായാമ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, ആഹാരത്തിൽ മിതത്വം പാലിക്കുകയും ശാരീരിക വ്യായാമം നമുക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഊർജ്ജസ്വലതയുള്ളവരായി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയും. വിശുദ്ധമായ ഒരു പ്രവൃത്തിയിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ശ്വാസം നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുവാൻ, ശുദ്ധമായി സൂക്ഷിക്കുവാൻ, അതായത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മന്ദിരം, പരിശുദ്ധാത്മ വസിക്കുന്ന ഒരു മന്ദിരം പോലെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം എന്ന പോലെ ദൈവത്തോട് നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സേവനത്തിനായി നമ്മൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടും മനസ്സോടും ദൈവത്തെ സ്നേഹിച്ചും കൊണ്ട് അയൽക്കാരെ നമ്മെ പോലെ സ്നേഹിച്ചുകൊണ്ടും നാം സ്വർഗത്തിന്റെ നിബന്ധനകൾക്ക് വിശ്വസ്തരും സത്യസന്ധരുമായി കാണപ്പെടും. ദൈവത്തിന്റെ പണിശാലയിലാണ് നാം ഇപ്പോൾ എന്ന് നാം മനസ്സിലാക്കണം. നമ്മിൽ പലരും പാറമടയിൽ നിന്നുള്ള പരുക്കനായ പാറ കഷ്ണങ്ങളായി. ദൈവത്തിന്റെ സത്യം നമ്മളിൽ ആവശ്യിച്ചപ്പോൾ അപൂർണത എല്ലാം മാറി സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ ജീവനുള്ള കല്ലുകളായി തിളങ്ങുവാൻ ഒരുപക്ഷെ നാം ഒരുക്കപ്പെടുകയാണ്. അവിടെ നാം വിശുദ്ധ ദൂതന്മാരുമായി മാത്രമല്ല, സ്വർഗത്തിന്റെ മഹാരാജാവുമായി ഊഷ്മള ബന്ധത്തിൽ നാം ആകപ്പെടും. ശരിയായത് ചെയ്യുവാനുള്ള ബോധം അല്ലെങ്കിൽ അറിവാണ് രോഗാതുരമായ ശരീരത്തിനും മനസ്സിനും വേണ്ടിയുള്ള ഏറ്റവും ഉത്തമമായ ഔഷധം. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം അത് ലഭിക്കുന്നവനും ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്യുന്നു. ദൈവത്തിൽ ശാന്തവും
സംതൃപ്തമായ മനസ്സുള്ള ഒരുവൻ ആരോഗ്യത്തിലേക്കുള്ള നടപടിയിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പണിശാലയിലാണ് നാം. അതുകൊണ്ട് ദൈവത്തിന്റെ സത്യം നമ്മളിലുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാ അപൂർണതയിൽ നിന്നും മാറി സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ ജീവനുള്ള കല്ലുകളായി തിളങ്ങുവാൻ നമ്മളെ അത് ഒരുക്കുന്നു. ശരിയായത് ചെയ്യുവാനുള്ള ബോധം അല്ലെങ്കിൽ അറിവ് നമ്മുടെ രോഗാതുരമായ ഈ ശരീരത്തിനും മനസ്സിനും വേണ്ടിയുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമാണ്. ആ ശരിയാത് ചെയ്യുവാനുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. അതിനെ നമ്മൾ ധ്യാനിച്ച് അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെങ്കിൽ നിശ്ചയമായും നമുക്ക് ഊർജ്ജസ്വലതയുള്ളവരായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഇടയായിത്തീരും. അതിനെ ദൈവം നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഇടകളെ ഉണർത്തിയ അങ്ങനെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ മിതത്വം പാലിച്ചുകൊണ്ട് ശാരീരിക വ്യായാമം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഊർജ്ജസ്വലതയുള്ളവരായി ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തയുടെ നിലനിൽപ്പിനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി എല്ലാവരും അനുഗ്രഹിക്കണം. സ്ഥലം യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപണയാക്കണം സ്വർഗീയ പിതാവേ. ഞങ്ങൾക്കും ഏറ്റവും നല്ല ഒരു ദിവസം വരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.